NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ അധിക്ഷേപിച്ച KB ഗണേഷ് കുമാർ മാപ്പ് പറയണമെന്ന് പത്തനാപുരം താലൂക്ക് യൂണിയൻ നേതൃയോഗം. NSSനെ തകർക്കാൻ ശ്രമിച്ച പരിപാടിയിൽ ഗണേഷ് കുമാർ പങ്കെടുത്തു. സ്വന്തം പ്രവൃത്തികളുടെ ഫലമായി ഗണേഷ് കുമാർ പൊതുമണ്ഡലങ്ങളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടുവെന്നും താലൂക്ക് യൂണിയൻ വ്യക്തമാക്കുന്നു. സുധീഷ് കുമാർ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സുധീഷ്, താലൂക്ക് യൂണിയൻ ശക്തമായ നിലപാടാണ് ഗണേഷ് കുമാറിനെതിരെ എടുക്കുന്നത്. മാപ്പ് പറയുക എന്നുള്ളതല്ലാതെ മറ്റൊന്നിനും അവർ തയ്യാറല്ല. നേരത്തെ ജി സുകുമാരൻ നായർ തന്നെ ഇയാൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്നൊക്കെയാണ് ഗണേഷിന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ചിരുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം NSS നേതൃത്വത്തെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ KB ഗണേഷ് കുമാറിന്റെ ഒരു വെല്ലുവിളികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളോ ഒക്കെ കഴിഞ്ഞ കുറെ നാളുകളായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ NSSന്റെ ഔദ്യോഗിക പക്ഷം എന്ന് അവകാശപ്പെടുന്ന പത്തനാപുരം താലൂക്ക് യൂണിയനൊക്കെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ട് ഗണേഷ് കുമാർ മാപ്പ് പറയണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ പത്തനാപുരത്തെ താലൂക്ക് യൂണിയൻ നേതൃയോഗത്തിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ സ്വന്തം പ്രവൃത്തികളുടെ ഫലമായി ഗണേഷ് കുമാർ ഈ പൊതുമണ്ഡലങ്ങളിൽ തിരസ്കരിക്കപ്പെടുമ്പോൾ അത് NSS നേതൃത്വത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വിരളെ കൊണ്ടുകൊണ്ട് ഗണേഷ് കുമാർ നടത്തുന്ന ഈ അധിക്ഷേപ പരാമർശങ്ങൾക്ക് പിന്നിലെന്നൊക്കെ ഒരു ആക്ഷേപം ആണ് ഇപ്പോൾ NSS പത്തനാപുരം താലൂക്ക് നേതൃയോഗം പറയുന്നത്, പ്രസ്താവനയിൽ പറയുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ NSS തയ്യാറാകണം, NSS ഔദ്യോഗിക നേതൃത്വം തയ്യാറാകണം എന്നൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ പത്തനാപുരം താലൂക്ക് യൂണിയൻ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര താലൂക്ക് യൂണിയനും ഇത്തരം ഗണേഷ് കുമാറിനെതിരെ NSS ഔദ്യോഗിക പക്ഷം ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയൊക്കെ തന്നെ ചെയ്തു. പക്ഷേ ഈ പത്തനാപുരത്തും മറ്റൊക്കെ ഉള്ള കൊല്ലം ജില്ലയുടെ ചില പ്രദേശങ്ങളിലുള്ള NSSന്റെ ചില ഭാരവാഹികൾ അല്ലെങ്കിൽ ചില പ്രവർത്തകരൊക്കെ തന്നെ ഗണേഷ് കുമാറിനൊപ്പം നിന്നുകൊണ്ട് ഔദ്യോഗിക പക്ഷത്തിനെതിരെ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നു. ഇതും NSS ഔദ്യോഗിക പക്ഷം എന്ന് അവകാശപ്പെടുന്നവർക്ക് ചില അവമതിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഒരു വിദ്വേഷ ഭാഗത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചിരിക്കുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഗണേഷ് കുമാർ നടത്തിയ ചില പ്രസ്താവനകൾ അത് NSS നേതൃത്വത്തെ വളരെയധികം ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം സുകുമാരൻ നായരുടെ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് കുടുംബം ഉൾപ്പെടെ നടത്തിയ ചില അഴിമതി ആരോപണങ്ങൾ, ചില കൊള്ളരുതായ്മകളൊക്കെ തനിക്കറിയാം. അത്തരത്തിൽ അത് തന്നെ കൊണ്ട് വാതുറപ്പിക്കരുത്, തനിക്ക് അതിനൊക്കെ പുറത്തു പറയേണ്ടി വരും, എല്ലാ സത്യങ്ങളും പുറത്തു പറയേണ്ടി വരും എന്ന തരത്തിലുള്ള ചില ഭീഷണിപ്പെടുത്തലുകളൊക്കെ ഗണേഷ് കുമാർ നടത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രസ്താവനകളൊക്കെ ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് NSS ഔദ്യോഗിക നേതൃത്വം ഇപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഏതായാലും സുകുമാരൻ നായർ ഇതിനെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ഒരു പ്രതികരണം എന്തായാലും നടത്തിയിട്ടില്ല. മുൻപ് അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് ഗണേഷ് കുമാറിന് തനിക്കെതിരെ അല്ലെങ്കിൽ NSS നേതൃത്വത്തിനെതിരെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക എന്ന തരത്തിലുള്ള ഒരു പരാമർശം അത് സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ കൂടി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. തനിക്ക് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല, ജനങ്ങളുടെ മുന്നിലാണ് താൻ ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനകീയ കോടതിയിലെ ഒരു വിചാരണയാണ് താൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സുകുമാരൻ നായർക്കൊക്കെ മറ്റു കാര്യങ്ങൾ പലതിലും പേടിയുണ്ടാകും, പല മറച്ചു വെക്കാനുണ്ടാകും. പക്ഷെ തനിക്ക് അങ്ങനെയല്ല, തനിക്ക് തന്റെ ജനങ്ങളെ വിശ്വാസമുണ്ട്, പത്തനാപുരം മണ്ഡലത്തെ വിശ്വാസമുണ്ട്, അവിടെ ഇപ്പോഴും തനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഒക്കെ ഗണേഷ് കുമാർ നടത്തിയിരുന്നു. ഏതായാലും NSS സുകുമാരൻ നായർ ഗണേഷ് കുമാർ പോര് അത് പല തലങ്ങളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരി, സുധീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.